നമ്മൾ ഒരുപാട് പ്ലാനിങ്ങിനൊക്കെ ശേഷം വെഡിങ് സാരി എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഷോപ്പിക്കലാട്ടോ. നമ്മുടെ കോഴിക്കോട് ഒരുപാട് ഷോറൂംസ് കാര്യങ്ങൾ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ബെറ്റർ ശോഭിക എനിക്കിഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സിൽക്ക് മന്ത്ര അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സിൽക്ക് മന്ത്രയിൽ എനിക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ ലൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ശോഭിക തന്നെ കൺഫേം ചെയ്തു. ആദ്യം തന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് കളക്ഷൻസ് സേവ് ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവത്തില്ല. അത് ഞാൻ പോയി ഒരുപാട് സ്ഥലത്ത് പോയതിനു ശേഷം മനസ്സിലായതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് എടുക്കുക, അങ്ങനെ ഒരു പ്ലാനിങ്ങേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ റെഡ് കളർ ചൂസ് ചെയ്യേണ്ട ഈ ഒരു ഓഫ് വൈറ്റ് തീമൊക്കെ നോക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗോൾഡൻ തീം എനിക്ക് ചേരുന്നേ ഇല്ല. റെഡ് ആണെങ്കിൽ എനിക്ക് നല്ല ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡ് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വേറെ ഏത് നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഏതെപ്പോഴും റെഡ് അത്യാവശ്യം കൊള്ളാം. പക്ഷേ കോമൺ കളർ ആയതുകൊണ്ട് റെഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ ലൈറ്റ് പിങ്കും. ആക്ച്വലി എൻ്റെ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസിലൊന്നും ഈ ഒരു കളർ തീം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു സാരി കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. സാഗറിനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ പോയത് കസവ് കേന്ദ്രമല്ല കേട്ടോ. പല്ലക്ക് ഡിസൈൻ വരുന്ന ഈ ഒരു ബ്ലൂ കളർ സാരിയാണ് ഞാൻ ചായ സൽക്കാരത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സാരീസ് കാര്യങ്ങളൊക്കെ നോക്കി, അവരുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനൽ പർച്ചേസിങ്ങും നമ്മുടെ ചെക്കൻ്റെ സൈഡിലുള്ളത് കഴിഞ്ഞു. നമ്മളതിന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്.